എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉദ്ധാന തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. മഗ്ദലേന മറിയവും മറ്റേ മറിയവും വന്ന് കർത്താവിൻ്റെ കല്ലറയിലേക്ക് ഓടി വരികയാണ്. തീർച്ചയായിട്ടും എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ഒരു ആശങ്കയായിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് അവരോട് പറയുകയാണ്, അവനിവിടെ ഇല്ല, അവൻ അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു, അല്ലെങ്കിൽ അവൻ കല്ലറ വിട്ടു പുറത്തു വന്നു. നമുക്കറിയാം, യേശു മരിക്കേണ്ടി വന്നതും സഹിക്കേണ്ടി വന്നതും കല്ലറയിൽ അടക്കം ചെയ്യേണ്ടി വന്നതും നമ്മുടെ പാപം കാരണമാണ്. ആ യേശു ക്രിസ്തു കല്ലറ വിട്ട് പുറത്തു വന്നു. ഉദ്ധാന തിരുനാളിൽ നമ്മളത് ആഘോഷിക്കുമ്പോൾ നാം നമ്മുടെ പാപത്തിൻ്റെ കല്ലറ വിട്ട് പുറത്തു വന്നോ എന്നുള്ളത് ഈ ചോദ്യം നമ്മളിൽ അവശേഷിപ്പിച്ച് ആത്മശോധന ചെയ്യേണ്ട വിഷയമാണ്. ചിലപ്പോൾ ഉദ്ധാന തിരുനാളിൻ്റെ ഭാഗമായി നമ്മൾ ഈസ്റ്ററിൻ്റെതായ ആഘോഷങ്ങളും പരിശുദ്ധ കുർബാനയും രാത്രി ജാഗരവും എല്ലാറ്റിലൂടെ കടന്നു പോകുമ്പോൾ പിന്നെ ഈസ്റ്ററിൻ്റെ അന്ന് നമുക്കറിയാം, ഇന്നലെ തന്നെ ശനിയാഴ്ച പുറത്തോട്ടിറങ്ങിയിട്ട് ഞാൻ നോക്കിയപ്പോൾ എല്ലാ ഇറച്ചിക്കടയിലും മീൻകടയിലൊക്കെ ജാഥയ്ക്കുള്ള ആളായിരുന്നു. നമ്മൾ ഇന്നലെ തന്നെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച്, കാരണം രാത്രി തന്നെ ചിലർക്ക് നോമ്പ് വീടണം, ചിലർക്ക് പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോഴേ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാകണം. കഴിഞ്ഞ 10, 40, 50 ദിവസമൊക്കെ ആയിട്ട് ഉപവാസവും പ്രാർത്ഥനയും നോമ്പൊക്കെ ആയിട്ട് കടന്നു പോയത് കൊണ്ട് അതിൻ്റെ ഒരു പരിസമാപ്തി നൽകുന്ന ഒരു സന്തോഷം, ശരീരത്തിൻ്റെ ഒരു സന്തോഷം നമ്മൾ അനുഭവിക്കണം എന്നാഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോഴും ഒരു ആത്മീയ മനുഷ്യർ ആത്മശോധന ചെയ്യേണ്ട വിഷയം, യേശു കല്ലറ വിട്ട് പുറത്തു വന്നു, ഞാൻ കല്ലറ വിട്ട് പുറത്തു വന്നു എന്നുള്ളതാണ്. എൻ്റെ ആത്മീയ സ്വാതന്ത്ര്യം കളയുന്ന, എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന, എൻ്റെ ആത്മീയ വളർച്ച, ഉന്നതത്തിലുള്ള കാര്യങ്ങൾ, രണ്ടാമത്തെ വായന നമ്മൾ പൗലോസ്ലീഹ കൊളോസ് സഭയോട് പറയുന്ന കേട്ടു. ഉന്നതത്തിലുള്ള കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ, ദൈവത്തെയും സ്വർഗത്തെയും സംബന്ധിച്ച വിഷയങ്ങൾ അന്വേഷിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്ന കല്ലറയിൽ നിന്ന് നമ്മൾ പുറത്തു വന്നു എന്നുള്ളതാണ്. ഈസ്റ്റർ ആഘോഷങ്ങൾക്കും ഉപരിയായി എൻ്റെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാനടക്കം ചെയ്യപ്പെട്ട കല്ലറകളിൽ നിന്നും പുറത്തു വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എത്രയോ ജീവിതങ്ങൾ, എത്രയോ കുടുംബങ്ങൾ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ ശുശ്രൂഷകളിലൂടെ എല്ലാം കടന്നു പോയപ്പോൾ പല കുടുംബങ്ങളിലും ഇന്ന് ഈസ്റ്ററിൻ്റെ സന്തോഷമൊന്നുമില്ല, ഈസ്റ്ററിൻ്റെ സമാധാനമില്ല. ഈസ്റ്റർ സംവിധാനം ചെയ്ത, അല്ലെങ്കിൽ ഈസ്റ്ററിൻ്റെ ദിനം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരാനന്ദമോ സമാധാനമോ ഇല്ലാത്ത എത്ര കുടുംബങ്ങളുണ്ട്. പരസ്പരം കലഹിച്ചും ഭിന്നിച്ചും ഡൈവോഴ്സിൻ്റെ ഒക്കെ വക്കീലെത്തി നിൽക്കുന്ന, കേസിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന, കുടുംബത്തിൽ സമാധാനമില്ലാത്ത എത്ര കുടുംബങ്ങളുണ്ട്. ഇന്ന് തന്നെ ചിലപ്പോൾ ഈസ്റ്റർ ആഘോഷം തുടങ്ങിക്കഴിയുമ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന സന്തോഷം ചിലപ്പോൾ ഇന്ന് പോകും. അല്ല, ഇന്ന് സമാധാനത്തിൻ്റെ ദിവസമാണ്. 50 ദിവസം നോമ്പ് നോക്കി, മദ്യമില്ല, പുകവലിയില്ല, അതൊക്കെ കൺട്രോൾ ചെയ്ത് നിന്നിട്ട് 50ാമത്തെ ദിവസം ഇതൊക്കെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് പോകും. എന്നിട്ട് ചില കുടുംബങ്ങളിൽ ഇന്ന് സമാധാനം ഉണ്ടാവില്ല, സ്വസ്ഥത ഉണ്ടാവില്ല. അപ്പോൾ ചിലവർ ഇത് കഴിഞ്ഞിട്ട് പറയാച്ചാ, ഈസ്റ്ററും ക്രിസ്മസൊക്കെ വരാതിരിക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ലത്. കാരണം എന്താ, 40 ദിവസമൊക്കെ നല്ല കുഴപ്പമില്ലാതെ, 50 ദിവസം കുഴപ്പമില്ലാതെ, ഈ 50 ദിവസത്തിൻ്റെ കേട് തീർത്ത് ഇന്ന് അങ്ങോട്ട് തീരുമാനമാക്കും. എന്നിട്ട് കുടുംബത്തിൽ നല്ലൊരു ദിവസത്തിൻ്റെ സന്തോഷവും ഈ ദിവസം വാഗ്ദാനം ചെയ്യുന്ന സമാധാനവും ആനന്ദമൊക്കെ നശിപ്പിച്ച് കളയുന്ന, തകർത്ത് കളയുന്ന ഒരവസ്ഥയിലേക്ക് ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഈ ഈസ്റ്ററിൻ്റെ ദിവസം ആഘോഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അവിടെയാണ് ഈ ദിവസം യേശു കല്ലറ വിട്ട് പുറത്തു വന്നു. ദൂതൻ പറഞ്ഞ, അവൻ അരുളി ചെയ്തതുപോലെ അവൻ കല്ലറ വിട്ട് പുറത്തു വന്നു, അവരുദ്ധാനം ചെയ്തു. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും പൗലോസ്ലീഹ പറഞ്ഞതുപോലെ അവനോടുകൂടി മരിക്കുകയും ചെയ്യുന്നവൻ അവനോടുകൂടി ഉദ്ധാനം ചെയ്യും. അപ്പോൾ നമ്മൾ ഉദ്ധാനം ചെയ്യേണ്ടതാണ്. ഇന്നലെ അവൻ്റെ പീഡാസഹനത്തിൽ പങ്കുചേർന്നു, നമ്മൾ ദുഃഖവെള്ളിയാഴ്ച അവൻ്റെ കുരിശു മരണത്തിൽ പങ്കുചേർന്നു. ഉദ്ധാന തിരുനാളിൽ അവൻ്റെ ഉദ്ധാനത്തിലും നമ്മൾ പങ്കുചേരുകയാണ്. ഇത് നമ്മൾ സഭ ഒട്ടമാനം അല്ലെങ്കിൽ ആകമാനം ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സഭയുടെ വാർഷിക ധ്യാനമായിട്ടാണ് നോമ്പുകാലത്തെ പറയുന്നത്. നമ്മളൊക്കെ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ പോയി ഏതെങ്കിലും വചന കൂടാരത്തിലോ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോയിരുന്ന് 2, 3, 4 ദിവസമൊക്കെ ധ്യാനം കൂടും, വചനം കേൾക്കും. എന്തിനാ? നമ്മളെ തന്നെ നവീകരിക്കാൻ എന്ന് പറയുന്നത്. സഭയുടെ നവീകരണത്തിൻ്റെ ദിവസങ്ങളാണ് ഈ പറയുന്ന നോമ്പുകാലം. ഇപ്പൊ സഭ ആകമാനം ലോകത്തെല്ലായിടത്തും നോക്കിയാൽ കാണാൻ പറ്റും, ഈ ദിവസങ്ങളിലൊക്കെ സഭയോട് ചേർന്ന് നമ്മൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ഒക്കെ കടന്നുപോയി.
ഇവിടെ സഭയുടെ ഒരു ഔദ്യോഗികമായ പ്രാർത്ഥനയുടെ ദിവസങ്ങളായിരുന്നുവെങ്കിലും എൻ്റെ ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് എത്ര കണ്ട് എൻ്റെ നോമ്പുകാലം എൻ്റെ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും അതിനേക്കാൾ ഉപരി ഒരു ദൈവാനുഭവത്തിൻ്റെ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരുക്കങ്ങളായിരുന്നു എന്നുള്ളതാണ് ആത്മശോധന ചെയ്യേണ്ട വിഷയം. അതല്ലെങ്കിൽ നമുക്ക് ഈസ്റ്ററിന് നമ്മളിൽ എന്ത് മാറ്റം ഉണ്ടായെന്നുള്ളതാണ്. ജീവിത പങ്കാളി മാറിയോ, മക്കൾ മാറിയോ, നാട്ടുകാർ മാറിയോ, വീട്ടുകാർ മാറിയോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും നന്മയുണ്ടായോ എന്നതിനപ്പുറമായിട്ട് എന്നിൽ ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആനന്ദവും നമ്മളിൽ എത്രമാത്രം കടന്നു വന്നു എന്നുള്ളതാണ്. യേശു പാപത്തിൻ്റെ ഭാരം പേറിക്കൊണ്ട് കുരിശിൽ മരിക്കുകയും അനുദ്ധാനം ചെയ്യുകയും ചെയ്തെങ്കിൽ ആത്യന്തികമായി പാപത്തിൻ്റെ കല്ലറ വിട്ടാണ് നമ്മൾ പുറത്തു വരേണ്ടത്. പാപത്തിൻ്റെ കല്ലറ വിട്ടാണ് പുറത്തു വരേണ്ടത്. ഏതെല്ലാം പാപം നമ്മൾ അടക്കം ചെയ്തിട്ടുണ്ടോ, ലാസറിനെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ലാസറിനെ കർത്താവ് കല്ലറയിൽ നിന്നും ഉയർപ്പിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, അവൻ്റെ കെട്ടഴിക്ക് അവൻ പോകട്ടെ. കെട്ടഴിക്കാൻ പറഞ്ഞു. ലോകം കെട്ടിവെച്ച് പലതുമുണ്ട്. നമുക്ക് ഒരു ആത്മീയ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്ന, ലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലതുണ്ട്. ലോകം നമ്മുടെ ജീവിതത്തിൽ സമ്മാനിച്ച മോഹങ്ങൾ, ജഡം നമുക്ക് സമ്മാനിച്ച സുഖങ്ങൾ, ചില ബന്ധങ്ങളിൽ ദൈവികമല്ലാത്ത, ദൈവം അനുവദിക്കാത്ത ബന്ധങ്ങളിലൂടെ കടന്നുപോയപ്പോൾ സ്വകാര്യ ജീവിതത്തിൽ അനുഭവിച്ച പാപത്തിൻ്റെ സുഖങ്ങൾ, ഇതൊക്കെ ബന്ധനത്തിൻ്റെ ഘട്ടമാണ്. ഇതൊക്കെ അഴിക്കാനാണ് പറഞ്ഞത്. അഴിക്കുക, അവൻ പോകട്ടെ, അവന് സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ, ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. ജഡത്തിൻ്റെ ബന്ധനത്തിലും ലോകത്തിൻ്റെ ബന്ധനത്തിലും പൈശാചികയുടെ ബന്ധനങ്ങളെല്ലാം യേശു കാൽവരിയിൽ തന്നെ ബന്ധിതരായി തീർന്നുകൊണ്ടാണ് ആ ബന്ധനത്തിൻ്റെ കെട്ടുകൾ അഴിച്ചത്. തൻ്റെ സ്വാതന്ത്ര്യം പൂർണ്ണമായി ഹോമിച്ചുകൊണ്ട് നമ്മെ അവൻ കാൽവരി കുരിശിൻ്റെ യോഗ്യതയാൽ സ്വതന്ത്രരാക്കി. ഈ സ്വാതന്ത്ര്യമാണ് അനുഭവിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നത്. ഈ സ്വാതന്ത്ര്യത്തിലേക്കാണ് ഈശോ നമ്മളെ കൈപിടിച്ചുയർത്തുന്നത്. അതുകൊണ്ടാണ് ഈശോ ഉദ്ധിതനായ കർത്താവ്, ഇന്നത്തെ സുവിശേഷം നമ്മൾ കണ്ടു, ഉദ്ധിതനായ കർത്താവ് കണ്ടു കഴിഞ്ഞപ്പോൾ മറിയത്തോട് പറഞ്ഞതാണ്, ഭയപ്പെടേണ്ട, പേടിക്കണ്ടെന്നേ. നമുക്കവിടെ പേടി വരുന്നേ, നമുക്കവിടെ ഭയം വരുന്നേ. നമുക്ക് ഭയം വരുന്നത് നമ്മൾ പാപം ചെയ്യുമ്പോഴാണ്. ആദിമാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ ദൈവത്തോടുള്ള ആ ബന്ധം നഷ്ടപ്പെടുത്തിയപ്പോഴാണ് അവർ ഭയം ഒളിച്ചത് എന്ന് വചനം പറയുന്നത്. അപ്പൊ നമുക്ക് ഭയം വരുന്നത്, ഒരു ആത്മീയ മനുഷ്യന് ഭയം ജനിക്കുന്നത് അവൻ ദൈവത്തോടുള്ള ബന്ധം തകർത്ത് കളയുമ്പോഴാണ്. മറ്റൊരു വാക്യം പറഞ്ഞ് പാപം ചെയ്യുമ്പോഴാണ്. അപ്പോ പാപത്തിന്റെ കെട്ടഴിക്കുമ്പോൾ തന്നെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഭയത്തിന്റെ ആവശ്യമില്ല, ആകുലതകളുടെ ആവശ്യമില്ല, അസ്വസ്ഥതകൾ. ഇത് നമ്മൾ എന്തെല്ലാം ഭയത്തിലാണ് ഇന്ന് കിടക്കുന്നത്. ഒരു പരീക്ഷ വന്നാൽ പിന്നെ ഉറക്കമില്ല, ഊടില്ല, തലവേദനയായി, വയറുവേദനയായി, എന്തെല്ലാം ഭയമാണെന്നറിയാമോ? പഠിച്ചതെല്ലാം മറന്നു പോപ്പില്ല. ഒരു വർഷക്കാലം മുഴുവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതാ. പേടി കാരണം, ഭയം കാരണം മറന്നു പോവാ. ഭാവിയെക്കുറിച്ചുള്ള ഭയപ്പാടുകൾ എത്രയോ ജീവിതങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് ഭാവിയാണ്. അച്ഛാ, നാളെ എൻ്റെ പഠനം, എൻ്റെ ഭാവി, എൻ്റെ ജോലി, എൻ്റെ വിദേശയാത്രകൾ, ഇതേക്കുറിച്ചൊക്കെ ആലോചിക്കും. വല്ലാത്ത ഭയം ഉണ്ടോ? കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും വരുമാന മാർഗങ്ങളെക്കുറിച്ചും മറ്റൊരു വാക്യം പറഞ്ഞ ജീവിതത്തിൽ നിരന്തരം ഭയത്തിൻ്റെ അടിമത്തത്തിലാണ് നമ്മളിൽ പലരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് കർത്താവ് ആഗ്രഹിക്കുന്നത്. കാരണം ഈശോ ഉദ്ധിതനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവൻ ഉദ്ധാനം ചെയ്ത് നമ്മുടെ കൂടെയുണ്ട്. ഈശോ പറഞ്ഞു, ഭയപ്പെടേണ്ട. ഇത് സ്വാതന്ത്ര്യമാണ്, ഉദ്ധാനത്തിന്റെ സ്വാതന്ത്ര്യമാണ് ഭയമില്ലാത്ത ജീവിതം. ഭയരഹിതമായ ജീവിതം, ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ഉദ്ധാനം ചെയ്ത കർത്താവിന്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നവന് ഭയമില്ലാതെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഭയപ്പെടുന്നപ്പോഴാ അവൻ മരണസംസ്കാരത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ബന്ധിക്കപ്പെട്ട സംസ്കാരത്തിൽ, പാപത്തിന്റെ സംസ്കാരത്തിൽ കഴിയുമ്പോഴാണ് ഒരു ഭയപ്പെടുന്നത്. അതിൽ നിന്നുമാണ് ഈശോ നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഭയം നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ ഈശോയുടെ ഉദ്ധാനം നമുക്ക് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ സ്വാതന്ത്ര്യം ഭയത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും, കെട്ടിൽ നിന്നും, പാപത്തിൻ്റെ കല്ലറയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കണമെന്ന് ഈ തിരുനാളിൽ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇനി തുടർന്നങ്ങോട്ട് പോകുമ്പോൾ ഉദ്ധാനത്തിൻ്റെ വായനകളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ഈശോ അപ്പസ്തോലന്മാർക്ക് ആദ്യം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-21 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. തോമാശ്ലീഹ അവിടെയില്ല. കുറച്ച് കഴിയുമ്പോൾ തോമാശ്ലീഹ കൂടെ ഉള്ളപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ ഉദ്ധിതനായ കർത്താവ് പറഞ്ഞ ആദ്യത്തെ വാക്യതാണ്, സമാധാനം നിങ്ങളോട് കൂടെ. സമാധാനം നിങ്ങളോട് കൂടെ.
എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഉദ്ധാരം ചെയ്ത കർത്താവ് പറഞ്ഞത്, സമാധാനം. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താണ്? സമാധാനമില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മളെല്ലാവരും കുടുംബങ്ങളിലും സ്വകാര്യ ജീവിതത്തിലൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വെച്ചാൽ സമാധാനമില്ല. കുടുംബത്തിൽ സമാധാനമില്ല, മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ സമാധാനമില്ല, ഇപ്പൊ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ സമാധാനമില്ല, സ്വസ്ഥതയിൽ ഒരു സമാധാനമില്ല. സമാധാനം ലോകത്തിന് തരാനും പറ്റില്ല. യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിലുള്ള സമാധാനത്തെക്കുറിച്ച് യേശു പറയുന്നുണ്ട്. ഇത് ലോകത്തിന് തരാൻ പറ്റുന്ന സമാധാനമല്ല ദൈവം തരുന്നത്. ദൈവം തരുന്ന സമാധാനം എന്നും നിലനിൽക്കും, ലോകം തരുന്നത് എന്നും നിലനിൽക്കുന്നതല്ല. അതിന് കാരണം ലോകം അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുമെന്നാ വചനം പറയുന്നത്. അപ്പൊ നിലനിൽക്കുന്ന സമാധാനം ഒരു ദൈവ പൈതൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ഉദ്ധാനത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്, നിർബന്ധമാണ്. ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അനുഭവത്തിലൂടെ ഒരാത്മീയ മനുഷ്യൻ കടന്നു പോകുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ സമാധാനം അനുഭവിക്കുന്നത്. പ്രശ്നങ്ങളില്ല എന്നല്ല അതിനർത്ഥം, പ്രതിസന്ധികളില്ല എന്നല്ല അർത്ഥം. സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒറ്റപ്പെടലുകളും തിരസ്കരണ അനുഭവങ്ങളും മാറ്റി നിർത്തപ്പെടുന്ന അനുഭവങ്ങളും മനസ്സിലാക്കപ്പെടാതെ പോകുന്ന അനുഭവങ്ങളും ശാരീരിക രോഗങ്ങളും പീഡനങ്ങളും ഇതൊന്നും ഇല്ല എന്നല്ല ഈ പറയുന്നത്. ഇതിൻ്റെ ഒക്കെ നടുവിലും അനുഭവിക്കുന്ന സമാധാനമാണ് ഉദ്ധിതനായ ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്ത സമാധാനം. ഈ സമാധാനത്തിലേക്കാണ് നമ്മൾ ഉയർത്തപ്പെടേണ്ടത്, അല്ലെങ്കിൽ ഉയർത്തപ്പെടണമെന്ന് ഈ ദിവസക്കാലം, ഈ തിരുനാളിൻ്റെ ദിവസം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആത്മശോധന ചെയ്യേണ്ട 2 പ്രധാനപ്പെട്ട വിഷയമാണ് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിൻ്റെ ഈ തിരുനാളിൻ്റെ അനുഭവം. നമ്മുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ ഭയത്തിൻ്റെ അടിമത്തത്തിൽ കല്ലറയിലാണെങ്കിൽ, ഏതെങ്കിലുമൊക്കെ പാപത്തിൻ്റെ ബന്ധനത്തിലാണെങ്കിൽ, ഏതെങ്കിലുമൊക്കെ അസമാധാനം നമ്മളിൽ നമ്മുടെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ അതിൽ നിന്നും പുറത്തു വരണമെന്ന് ഉദ്ധാനം ചെയ്ത കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കാൻ നമ്മൾ തയ്യാറാകണം. ഉദ്ധിതനായ കർത്താവിൻ്റെ കൂടെ നടക്കാനും അവരോടൊപ്പം നടക്കാനും നമ്മൾ തയ്യാറാകുന്നിടത്താണ് ഈ ആനന്ദം നമ്മളിൽ നിറയുക, ഈ സമാധാനം നമ്മളിൽ നിറയുന്ന അനുഭവം ഉണ്ടാകുന്നത്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ കൂടെ അനുദിനം സഞ്ചരിക്കുവാനും അങ്ങനെ നമ്മുടെ ജീവിതവും മരണവും മരണാനന്തര ജീവിതവും ഉദ്ധാന ജീവിതവും ഒക്കെ സുവിശേഷത്തിൻ്റെ വാഗ്ദാനം പോലെ നമ്മളിലും പൂർത്തിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.